നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ക്ലിയർ ആക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, നിങ്ങളുടെ ശരീരഭാരം നിങ്ങൾക്ക് കൂടേണ്ടെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ ഒക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിരിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്നതിലാണോ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് അറിഞ്ഞിരിക്കുക. എന്നെ ധാരാളം പേര് വെയിറ്റ് ലോസിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഡയറ്റ് പ്ലാനിന് വേണ്ടിയിട്ടും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് മിക്ക ആളുകളെടുത്തും നമ്മളൊരു ഡെയിലി ഒരു 3 മുട്ട കഴിക്കാൻ പറഞ്ഞാൽ അവർക്ക് ഭയമാണ്. ആൾറെഡി നല്ല ശരീരഭാരമുണ്ട്, ഇനിയിപ്പോൾ മുട്ടയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഇനിയും കൂടുമോ എന്നൊരു ഭയം. ഓക്കെ, അതേസമയം ഇവരുടെ അടുത്ത് 3 മുട്ടയ്ക്ക് വരെ 3 ദോശയാണ് ഇവരിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർ ഓക്കെയാണ്. 3 ദോശയും 1 മുട്ടയും അവർ ഓക്കെയാണ്, അവരുടെ വിചാരം അത് ഹെൽത്തിയാണ്. പക്ഷേ മുട്ടയിലാകുമ്പോൾ അത് മഞ്ഞക്കരുവൊക്കെ ഉള്ളതുകൊണ്ട് അത് വണ്ണം കൂടും എന്നൊരു ഭയമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മുട്ടയുടെ കാലറി എന്ന് പറയുന്നത് വെറും 80 കാലറിയാണ്, ഫുൾ മുട്ടയുടെ കാലറി. അപ്പോൾ നിങ്ങളൊരു 3 മുട്ട കഴിച്ചാൽ എത്ര കാലറി കിട്ടും? 240 കാലറി. എന്നാൽ ഒരു ആവറേജ് ദോശയുടെ കാലറി എന്ന് പറയുന്നത് 170 കാലറിയാണ്. അപ്പോൾ നിങ്ങളൊരു 3 ദോശ കഴിച്ചാലോ 510 കാലറിയായി. ഇനി ആ 510 കാലറി ദോശ നിങ്ങൾക്ക് മുട്ട തിന്നുന്ന പോലെ ചുമ്മാ ബോയിൽ ചെയ്ത് തിന്നെ അല്ല ചെയ്യുന്നത്. നിങ്ങൾ ചട്നി എടുക്കും. എന്താ അതിൽ കുറച്ച് കാലറി അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഞാൻ 3 ദോശയും ചട്നിയിൽ എത്ര വരിക? 100 ഗ്രാം ചട്നിയിൽ 300 കാലറി വരും. അപ്പോൾ എല്ലാം കൂടി 100 കാലറിയാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കയറ്റാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയല്ല ശരീരഭാരം കുറയ്ക്കേണ്ടത്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള സയന്റിഫിക് മെത്തേഡ് ഉണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ മുട്ടയുടെ പ്രത്യേകത വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. മുട്ടയുടെ അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളുടെ തെർമിക് എഫക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അത് ബേൺ ചെയ്യാനായിട്ടും നമ്മുടെ ശരീരം ഒരുപാട് കാലറി എടുക്കും. അപ്പോൾ അത് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമുക്ക് അധിക സമയം വിശപ്പില്ലാതെ നിൽക്കാൻ പറ്റുന്നതും നമ്മുടെ ശരീരഭാരം റെഗുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യുന്ന, നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. ഇങ്ങനെ 100 കണക്കിന് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഈ ദോശ മാറ്റിയിട്ട് മുട്ട വെക്കുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത്. ഇനിയും പറയാൻ തുടങ്ങിയ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഇങ്ങനെ കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഡയറ്റിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുത്താൽ, നിങ്ങളുടെ കാലറിയൊക്കെ ട്രാക്ക് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരിക്കലും സെൽഫായിട്ട് പോയി എടുക്കരുത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എന്തിനാണ് ഈ സെൽഫ് ഡയറ്റ് എടുക്കുന്നത്? നിങ്ങളൊരു പ്രോപ്പർ ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട്, നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളിനെ കണ്ടിട്ട് അവരെ കൊണ്ട് ഡയറ്റ് എഴുതി കഴിക്കാം. അതല്ല പാടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് മോൾ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യമുള്ളവർ മാത്രമേ എന്നെ കോൺടാക്ട് ചെയ്യാവൂ. അപ്പോൾ അങ്ങനെ ചെയ്താലും ഞാൻ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഡയറ്റ് പ്ലാൻ ചെയ്തതിനും ഉറപ്പായിട്ടും അതൊരു പെയ്ഡ് ഡയറ്റ് പ്ലാൻ ആയിരിക്കും. കാര്യം എൻ്റെ നോളജും എൻ്റെ എക്സ്പീരിയൻസുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. സോ അതിന് പേയ്മെന്റ് ഉറപ്പായിട്ടുണ്ടായിരിക്കും. എന്തായിരുന്നാലും ഇനി നിങ്ങൾ ഡയറ്റ് പ്ലാൻ എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ കാലറീസ് ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് അതിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിഞ്ഞ് അതിന്റെ മാക്രോസ് ഒക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ ഡയറ്റ് പ്ലാൻ എടുത്ത് നോക്ക്. നിങ്ങളുടെ ശരീരത്തിന് അത് യൂസ്ഫുൾ ആവും. അല്ലാതെ എങ്കിൽ പിന്നെ ദോശയും കഴിക്കേണ്ട, മുട്ടയും കഴിക്കേണ്ട, അത്രയും കാലറി കുറഞ്ഞ് എന്ന് പറഞ്ഞിരുന്നാലും നിങ്ങളുടെ ശരീരം കുറയത്തില്ല. കാര്യം നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേഷ്യക്ക് താഴെ നിങ്ങൾ ഫുഡ് കഴിച്ചാലും നിങ്ങളുടെ ശരീരം മെറ്റബോളിക് അഡാപ്റ്റേഷൻ മുകളിലോട്ട് പോയിട്ട് നിങ്ങളുടെ ശരീരം ഒരിക്കലും കുറയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, വളരെ ആഹാരം കുറച്ച് അമിതവണ്ണമായിട്ട് നടക്കുന്ന ധാരാളം പേര് ആ കണ്ടീഷനിലേക്ക് മാറിപ്പോകും. സോ ബി ഹെൽത്തി. അതുപോലെ തന്നെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഉറപ്പായിട്ടും ഈ പേജ് നിങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻസ് മാത്രമേ തരത്തുള്ളൂ. നിങ്ങളുടെ ശരീരബലം റെഗുലേറ്റ് ചെയ്യാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത്